നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളത്തിലേക്ക് നിർത്തിവെച്ച സർവീസുകൾ ഓരോന്നായി തുടങ്ങുകയാണ് സലാം എയർ. ഇതിൽ UAE-യിൽ നിന്നുള്ള സർവീസുകളാണ് ആദ്യം തുടങ്ങുക. സലാം എയറിന്റെ UAE-യിലെ ഫുജൈറ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂരിലേക്കുള്ള സർവീസ് 18 മുതൽ, അതായത് ഈ മാസം 18 മുതൽ തുടങ്ങുമെന്നാണ് വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നത്. 18-ന് രാവിലെ 10:25-നും രാത്രി 8:15-നും ഫുജൈറയിൽ നിന്ന് സർവീസ് ഉണ്ടാകും. രാവിലെ പുറപ്പെടുന്ന വിമാനത്തിന് 15.5 മണിക്കൂർ മസ്കറ്റിൽ താമസമുണ്ട്. ഏത് സർവീസ് ഉപയോഗിച്ചാലും 19-ന് പുലർച്ചെ 3:20-ന് കരിപ്പൂരിലെത്തും. രാവിലെ 4:05-ന് പുറപ്പെട്ട് 9:55-ന് ഫുജൈറയിൽ മടങ്ങിയെത്തും. 18-ന് കരിപ്പൂരിലേക്ക് 888 ദിർഹവും 20-ന് ഫുജൈറയിലേക്ക് 561 ദിർഹവുമാണ് നിരക്ക്. തിരുവനന്തപുരം സർവീസ് ജനുവരി 10-ന് തുടങ്ങുന്നതാണ്. മസ്കറ്റ് വഴി ആഴ്ചയിൽ 2 സർവീസാണ് ഉള്ളത്. രാത്രി വിമാനത്തിന് മസ്കറ്റിലെ 1.5 മണിക്കൂർ ലേ ഓവർ ഉൾപ്പെടെ 6 മണിക്കൂറാണ് യാത്രാ സമയം. അതുപോലെ പുതിയതായി പ്രഖ്യാപിച്ച കോഴിക്കോട് സർവീസും ഉടൻ ഉണ്ടാകുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. സലാം എയർ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്ന വാർത്ത പ്രവാസികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കാരണം പ്രവാസികളുടെ ബജറ്റ് എയർലൈൻ കൂടിയാണ് ഈ സലാം എയർ. ടിക്കറ്റ് ബുക്കിംഗ് നടപടികൾ ഉടൻ ആരംഭിക്കുന്നതാണ്. ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പിന്തുണയും ഒമാൻ എയറുമായുള്ള സഹകരണവുമാണ് ഇന്ത്യൻ സെക്ടറിലേക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ സഹായിച്ചതെന്നാണ് സലാം എയർ പ്രസ്താവനയിലൂടെ അറിയിച്ചത്. സലാം എയറിന് മസ്കത്തിൽ നിന്ന് മറ്റ് ഗൾഫ് സെക്ടറുകളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉള്ളതിനാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും പുനരാരംഭിക്കുന്ന സർവീസുകൾ ഉപകാരപ്രദമാകും. കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് സർവീസ് ഇല്ലാത്തതിനാൽ സലാം എയറിന്റെ മസ്കറ്റ് സർവീസ് കണക്ഷൻ ഫ്ലൈറ്റായി ഉപയോഗപ്പെടുത്താനുമാവും. കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന സലാം എയർ സർവീസുകൾ പുനരാരംഭിച്ചത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പോലെ തന്നെ കുറഞ്ഞ ചെലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്താമെന്നതാണ് സലാം എയറിന്റെയും പ്രത്യേകത. വിമാനങ്ങൾ അനുവദിക്കുന്നതിലുള്ള പരിമിതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബർ 1 മുതലാണ് ഈ റൂട്ടുകളിൽ നിന്നും സലാം എയർ പൂർണ്ണമായും പിൻവാങ്ങിയത്. ജൂലൈയിലാണ് സലാം എയർ കോഴിക്കോട്ടേക്ക് സർവീസ് പ്രഖ്യാപിച്ചത്. എങ്കിലും അപ്രതീക്ഷിതമായായിരുന്നു ഒക്ടോബർ 1 മുതൽ കമ്പനി ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അയക്കാനുള്ള പരിമിതി മൂലമാണ് സർവീസുകൾ നിർത്തുന്നത് എന്ന് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിൽ കമ്പനി വ്യക്തമാക്കിയത്. എത്ര കാലത്തേക്കാണ് സർവീസ് നിർത്തുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും അന്ന് വിശദീകരണം ഉണ്ടായിരുന്നില്ല. പിന്നാലെയാണ് സർവീസ് പുനരാരംഭിക്കുന്ന വാർത്തയുമായി കമ്പനി മുന്നോട്ട് വന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.